കരിയർ ബിൽഡർ വർക്ക് ലൈഫ് ഹാർമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്കും വ്യക്തി തൊഴിൽ ബിസിനസ് രംഗത്തും സഹായിക്കുന്ന ടിപ്പുകളും ചോദ്യോത്തരങ്ങളുമാണ് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. വർക്ക് സ്ട്രെസ് എന്താണ്? ഈ സ്ട്രെസ്സ് വരുന്നത് നല്ലതാണോ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. ഈ എപ്പിസോഡിൽ വർക്ക് സ്ട്രെസ് എന്താണെന്നും അതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ഈ സ്ട്രെസ്സ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് വളരെ ബ്രീഫായി പ്രതിപാദിക്കുന്നത്. ഈ സ്ട്രെസ് എന്നുള്ള വാക്ക് തന്നെ ആൾക്കാർ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു നെഗറ്റിവിറ്റിയാണ് മനസ്സിൽ കൂടെ പോകുന്നത്. വർക്ക് സ്ട്രെസ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സിനേക്കാളും ഉള്ള ഡിമാൻഡ് പുറത്തുനിന്ന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗാണ് സ്ട്രെസ്. എസ്പെഷ്യലി ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അറിവോ കഴിവോ ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ മെറ്റീരിയൽ റിസോഴ്സസോ പുറത്തുനിന്നുള്ള ഡിമാൻഡിനേക്കാളും കുറവാണെന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ആദ്യം ഉണ്ടാകുന്നു. അത്തരത്തിലൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് വർക്ക് സ്ട്രെസ്സ് തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഈ വർക്ക് സ്ട്രെസ് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാരണമാണ് വർക്ക് ഓവർലോഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ആ വ്യക്തിയുടെ കഴിവും അറിവും സമയവും അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാച്ച് ചെയ്യാതെ വരുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവുണ്ട്. ഇതിൽ നിന്നാണ് ഈ വർക്ക് സ്ട്രെസ്സ് തുടങ്ങുന്നത്. അപ്പോൾ വർക്ക് ഓവർലോഡാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. രണ്ടാമത് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണമാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറുമായിട്ടോ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സുമായിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുമായിട്ടോ കസ്റ്റമേഴ്സുമായിട്ടോ സപ്ലയേഴ്സുമായിട്ടോ ഉള്ള ആശയവിനിമയത്തിലെ പോരായ്മകളോ ഇല്ലെങ്കിൽ ആശയവിനിമയം ഇല്ലായ്മയോ ആണ് മറ്റൊരു സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ നോ കമ്മ്യൂണിക്കേഷൻ, മിസ് കമ്മ്യൂണിക്കേഷനൊക്കെ വർക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഘടകമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘടകം വർക്ക് ഓവർലോഡും രണ്ടാമത്തെ ഘടകം കമ്മ്യൂണിക്കേഷനിലുള്ള അപാകതകളുമാണ്. ഇനി മൂന്നാമത്തെ വർക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ഈ ജോലിയെല്ലാം ചെയ്തിട്ടും എനിക്ക് വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടുന്നില്ല, എനിക്ക് വേണ്ട രീതിയിലുള്ള സാലറിയും മറ്റ് ഇൻസെൻറ്റീവ്സും കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവാം. അതെല്ലാം നമ്മൾ ഈ പൈസയുമായിട്ട് കണക്കിലെടുക്കേണ്ട. ഇതിനെ നമുക്ക് മോണിറ്ററി ഇൻസെൻറ്റീവ് എന്നും നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് എന്നും പറയും. എല്ലാവർക്കും പൈസ മാത്രമല്ല മറ്റ് തരത്തിലുള്ള റെക്കഗ്നിഷൻസും താല്പര്യപ്പെടുന്നു. അപ്പം അവനവൻ ചെയ്യുന്ന ജോലിക്ക് ഒരു അംഗീകാരം കിട്ടാതെ വരുമ്പോഴാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം. മൂന്നാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അത് എല്ലാം സാലറി മാത്രമല്ല, നല്ലൊരു ജോലി ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നൊരു ഫീഡ്ബാക്കും നല്ലതാണെന്ന് നല്ല വാക്കുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ളവർ പറയുമ്പോഴും അല്ലെങ്കിൽ നല്ലതാണെന്ന് എഴുതി കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ലെറ്ററും ഒക്കെ ചിലപ്പോൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വർക്ക് സ്ട്രെസ്സ് ഉണ്ടാകും. ഇതാണ് മൂന്നാമത്തെ ഒരു കാരണം. നാലാമത്തെ കാരണമാണ് സമയം നേരെ ചൊവ്വേ ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഫീലിംഗ്. എല്ലാവർക്കും ജോലി സമയം ചിലപ്പോൾ 8 മണിക്കൂറാവാം, അല്ലെങ്കിൽ 10 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 6 മണിക്കൂറായിരിക്കും. ഈ ചെയ്യുന്ന സമയത്തുള്ള ജോലി ആ ചെയ്യുന്ന സമയത്തിനുള്ളിൽ തീർക്കാതെ വരുന്നതാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള മറ്റൊരു ഘടകം. ഈ ചിലപ്പോൾ അവനവൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ സമയം ദുരുപയോഗം ചെയ്യാം. ചില ആൾക്കാർക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു ചിന്തയുണ്ട്. അതായത് ഒരു ജോലി എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് സമയമുണ്ടല്ലോ നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പതുക്കെ മാറ്റി വയ്ക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇതിനെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഈ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാകുമ്പോൾ പതുക്കെ വർക്ക് സ്ട്രെസ്സിൻ്റെ തുടക്കം അതാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേതാണ് ഡിസോർഗനൈസ്ഡ് എന്ന് പറയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഓർഗനൈസ്ഡ് അല്ലാതിരിക്കുക, അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുക. ഇത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുന്നത്. നമ്മുടെ മുറി നോക്കുമ്പോഴത്തേക്ക് നനച്ച തുണിയും നനയ്ക്കാത്ത തുണിയും ആവശ്യമുള്ള പേപ്പറും വേസ്റ്റ് പേപ്പറും ഒക്കെ കട്ടിലിൽ കാണും. എന്നിട്ട് ആവശ്യമുള്ളൊരു പേപ്പറിന് വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം തിരയും. ഇത് തന്നെ ഒരു ജോലി സ്ഥലത്ത് സംഭവിക്കാം. നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പെട്ടെന്നൊരു പേപ്പർ തപ്പുമ്പോൾ നമ്മുടെ മേശയിൽ ഒരുപാട് ഫയൽസും പേപ്പറുകളും പേനയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണും. അവസാനം ഈ പേപ്പർ തിരഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട സമയമെല്ലാം കളയുകയും വല്ലാത്ത സ്ട്രെസ് ഉണ്ടാകുകയും സമയത്ത് ഡിസിഷൻ എടുക്കാതെ വരികയും അത് നമ്മുടെ ജോലിയെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമയത്തിൻ്റെ ഉപയോഗം നേരെ ചൊവ്വേ ഉപയോഗിക്കാത്തതാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം. ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വർക്ക് ഓവർലോഡാകാം, കമ്മ്യൂണിക്കേഷനിലുള്ള അപാകതയാകാം, ഇല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള റെക്കഗ്നിഷൻ കിട്ടാത്തതാവാം, ഇല്ലെങ്കിൽ സമയത്തിൻ്റെ നേരെ ചൊവ്വേ അല്ലാത്ത ഉപയോഗം കാരണവും വർക്ക് സ്ട്രെസ് ഉണ്ടാകാം. ഒരു ജോലി സ്ഥലത്ത് എങ്ങനെയൊക്കെ വർക്ക് സ്ട്രെസ് ഉണ്ടാകാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോസസ്സ് വഴി പറഞ്ഞു തരാം.
സാധാരണ നമ്മളൊരു ജോലിയിലൊക്കെ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലി മാറി വരുമ്പോഴോ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് അതിൽ വലിയൊരു സന്തോഷവും ഉത്സാഹവും ആവേശവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലർക്കും ചിലപ്പോൾ ഇതൊരു അമിത ആവേശമായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവനവൻ എടുക്കുന്ന ജോലി കൂടാതെ ഞാൻ ബാക്കിയുള്ളവരുടെ ജോലിയും കൂടി എടുത്തോളാം എന്ന് പറയുകയും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടി നമ്മൾ എടുത്തു വെച്ച് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓവർ എന്തൂസിയാസം എന്ന് പറയും. ഓവർ എന്തൂസിയാസം എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. പക്ഷേ ഈ ഓവർ എന്തൂസിയാസം സ്റ്റേജ് വരുമ്പോൾ നമ്മളെടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം കൂടാതെ ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തം കൂടി എടുക്കുമ്പോൾ ചിലപ്പോൾ സമയത്ത് അത് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അത് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. സ്ട്രെസ് ഉണ്ടാകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു ജോലി സ്ഥലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, ഓവർ എന്തൂസിയാസം. രണ്ടാമത്, ഈ ഓവർ എന്തൂസിയാസം കാണിച്ചിട്ട് നമുക്കിത് പൂർത്തിയാക്കാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മുകളിലുള്ളവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒക്കെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിച്ചേക്കാം. നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടിയില്ല എന്ന് നമുക്ക് തോന്നാം. കാരണം എന്താണ്, നമ്മൾ ഓവർ എന്തൂസിയാസം കാണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ നെഗറ്റീവ് റിയാക്ഷൻ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ മനസ്സിൽ നിരാശ കൊണ്ടുവരാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഫ്രസ്ട്രേഷൻ എന്ന് നമ്മളതിനെ സൈക്കോളജിക്കൽ ഭാഷയിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തേത് ഓവർ എന്തൂസിയാസം, രണ്ടാമത്തേത് ഫ്രസ്ട്രേഷൻ. ഇങ്ങനെ ഫ്രസ്ട്രേഷൻ, നിരാശ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില ദേഷ്യം വരാം, ആൻസൈറ്റി വരാം, ഒക്കെ ഉണ്ടാകാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു വിചാരം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഓഫീസിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും, സംസാരിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നൊരവസ്ഥയാണ് മൂന്നാമത്തെ അവസ്ഥ. ഇതിനെ സ്റ്റാഗ്നേഷൻ എന്ന് വിളിക്കും, മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ ഓവർ എന്തൂസിയാസവും ഫ്രസ്ട്രേഷനും മൂന്നാമത്തെ സ്റ്റേജാണ് സ്റ്റാഗ്നേഷൻ. ഈ സ്റ്റാഗ്നേഷൻ വരുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓഫീസിൽ വളരെ മൊണോട്ടണസായി ഒരു മെഷീൻ പോലെ വന്നു പോകുന്നു. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നില്ല, നേരത്തെ ആൾക്കാരോട് ഇടപെട്ടുന്ന രീതിയിൽ ഇടപഴകുന്നില്ല, നിസ്സാര കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നു, ആവശ്യമില്ലാതെ പേടി ഉണ്ടാകുന്നു, ആൻസൈറ്റി ഉണ്ടാകുന്നു, വിചാരിച്ച രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി കിട്ടുന്നില്ല. ഇതെല്ലാം ഈ സ്റ്റാഗ്നേഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെ ഈ വരുന്ന ഇമോഷണൽ റിയാക്ഷൻസ് ചിലപ്പോൾ ഫിസിക്കൽ റിയാക്ഷൻസുമായിട്ട് മാറിയേക്കാം. ചിലപ്പോൾ വല്ലാത്ത തലവേദന വരുന്നു, വിശപ്പില്ലാതെ വരുന്നു, ചിലപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ സാധിച്ചേക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ വർക്ക് സ്ട്രെസ്സ്, ജോലി സ്ഥലത്തു നിന്നുണ്ടാകുന്ന കൊണ്ടുണ്ടാകുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റാഗ്നേഷൻ കഴിഞ്ഞിട്ട് നാലാമതൊരവസ്ഥയുണ്ടാവും. ഈ അവസ്ഥയാണ്, ഇനി ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് റിസൾട്ടും കിട്ടുന്നില്ല, എനിക്കും പ്രയോജനമില്ല, ബാക്കിയുള്ളവർക്കും പ്രയോജനമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ വെറും ഒരു വേസ്റ്റാണ്, എന്നെക്കൊണ്ട് ഈ ലോകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് വിളിക്കുന്നത്. ബേൺ ഔട്ട് പതുക്കെ നമ്മൾ ഈ ഓവർ എന്തൂസിയാസം വഴിയും സ്റ്റാഗ്നേഷൻ വഴിയും ഫ്രസ്ട്രേഷൻ വഴിയൊക്കെയാണ് നമ്മൾ ഈ ബേൺ ഔട്ട് സ്റ്റേജിലെത്തുന്നത്. ബേൺ ഔട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫീസിലോ ബിസിനസ്സിലോ ഒന്നും പോകാനേ തോന്നുന്നില്ല, ചെയ്യാനേ തോന്നുന്നില്ല, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല, മുറി അടച്ചിരിക്കുക, ഒന്നും കഴിക്കുന്നില്ല, ഉറക്കമില്ല, ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പോകും. കുറേ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് അവസാനം ചിലരൊക്കെ സൂയിസൈഡിലേക്ക് എത്തുന്ന സ്റ്റേജിലുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഈ വർക്ക് പ്ലേസ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഈ വർക്ക് പ്ലേസ് ബേൺ ഔട്ട് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ ഓവർ എന്തൂസിയാസത്തിൽ കൂടെയും ഫ്രസ്ട്രേഷനിൽ കൂടെയും സ്റ്റാഗ്നേഷനിൽ കൂടെയൊക്കെ നമ്മളെ കാണിക്കും. അത്തരത്തിൽ ആ സമയത്ത് തന്നെ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അത് വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക, തുറന്ന് സംസാരിക്കുക, ഈ സ്ട്രെസ് ഒഴിവാക്കുക. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഓവർ എന്തൂസിയാസം വരിക, ഫ്രസ്ട്രേഷൻ വരിക, സ്റ്റാഗ്നേഷൻ വരിക, ഇനി ഏറ്റവും അവസാനം ബേൺ ഔട്ട് വരിക. ഇത്തരത്തിലൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വർക്ക് സ്ട്രെസ്സിൻ്റെ പല ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കഴിവുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാം. വർക്ക് പ്ലേസ് സ്ട്രെസ്സ് ബേൺ ഔട്ടിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഈ ജോലിയിൽ സ്ട്രെസ്സ് വരുന്നത് തന്നെ നമുക്ക് കാര്യങ്ങൾ ഡിമാൻഡ് വെളിയിൽ നിന്ന് കൂടുതൽ വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഡിമാൻഡുകളും വെളിയിൽ നിന്ന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്സാണ് എക്സസീവ് സ്ട്രെസ് എന്നതിനെ വിളിക്കും. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ജോലി അലോട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് തുറന്ന് സംസാരിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവരെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതൊരു കോൺഫ്ലിക്റ്റിൽ എത്തുകയോ ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ സംസാരിക്കാതെ പോയി അടുത്ത സ്റ്റേജിലേക്ക് എത്തുകയോ ചെയ്യരുത്. വളരെ അസർട്ടീവായി അവർക്കൂടെ പറഞ്ഞ്
പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ തുടക്കത്തിൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇനി ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്ക് എനിക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടാകും. ഇതിനാണ് ലേറ്റൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ എക്സസീവ് സ്ട്രെസ്സും ലേറ്റൻറ്റ് സ്ട്രെസ്സും ഒക്കെ സാധാരണ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഈ സ്ട്രെസ്സ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വർക്ക് പ്ലേസിലുള്ള സുഹൃത്തുക്കളുമായി തുറന്ന് സംസാരിക്കുന്നതാവാം. അവർ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് വർക്ക് അലോട്ട് ചെയ്യുന്ന സുപ്പീരിയർമാരുമായിട്ടും തുറന്ന് സംസാരിക്കുക. അതാത് സമയങ്ങളിൽ അതാത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വല്ലാത്തൊരു ബേൺ ഔട്ട് സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ വർക്ക് പ്ലേസ് കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരുടെ അടുത്ത് പോയി അതിൻ്റെ സേവനം തേടുക. ഇത് അമാന്തിക്കരുത്, ഇതിന് യാതൊരു കുറവും വിചാരിക്കുകയും ചെയ്യരുത്. ഇത്തരത്തിലുള്ള ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഫിസിക്കൽ ഡിസീസിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ട് പോകാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വർക്ക് സ്ട്രെസ് അത്ര നിസ്സാരക്കാരനല്ല. നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ച് അതിന് വേണ്ട പ്രിവെൻഷൻസ് എടുത്ത് മുമ്പോട്ട് പോവുക. ഈ സ്ട്രെസ്സ് വരുന്നത് നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ സ്ട്രെസ്സിനെ തന്നെ ഒരു വർക്ക് പ്ലേസ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നിനെ നമുക്ക് യു സ്ട്രെസ് എന്നും രണ്ടാമത്തേതിനെ ഡിസ്ട്രെസ് എന്നും വിളിക്കാം. യു സ്ട്രെസ് എന്ന് വിളിക്കുന്ന എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്. യു സ്ട്രെസ് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് എന്നാണ്. മറ്റേത് ഡിസ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ്സാണ്. എന്താണ് യു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു കുട്ടി, നിങ്ങളൊരു ഹയർ സെക്കൻഡറിക്കോ ഡിഗ്രിക്കോ PGക്കോ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിക്ക് പരീക്ഷയാകാൻ പോവുകയാണ്. ഈ പരീക്ഷയാകാൻ പോകുമ്പോഴത്തേക്ക് പരീക്ഷയാണെന്നും അത് എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പെർഫോം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭാവിയെ അഫക്റ്റ് ചെയ്യുമെന്നും ഒക്കെ ആലോചിച്ച് നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവാം, ഒരു ടെൻസ്ഡ് ഫീലിംഗ് ഉണ്ടാവാം. ഈ ഫീലിംഗ് ഉണ്ടാകുന്നത് പരീക്ഷയ്ക്ക് 1 മാസം മുമ്പോ ഇല്ലെങ്കിൽ 2 മാസം മുമ്പോ 3 മാസം മുമ്പോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫീലിംഗ് വന്നതോടുകൂടി തന്നെ നമ്മുടെ മൈൻഡ് നമ്മളെ അതിനു വേണ്ടി പെർഫോം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും, പുഷ് ചെയ്യും. ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ യു സ്ട്രെസ് അഥവാ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഉത്തരവാദിത്തം ഡെലിവറി ചെയ്യുന്നതിന് കുറേ സമയം മുമ്പ് തന്നെ അത് ഡെലിവറി ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി നമ്മുടെ മനസ്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പുഷ് ചെയ്യിക്കുന്നു, നമുക്ക് ടെൻഷൻ തരുന്നു. അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് റിസൾട്ട് വളരെ പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ യു സ്ട്രെസ് അഥവാ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നേരെ തിരിച്ചാണെങ്കിലോ, ഒരു പരീക്ഷ വരാൻ പോകുന്നു, അതിനെപ്പറ്റി ആലോചിക്കുന്ന പോലുമില്ല, യാതൊരു ആശങ്കയുമില്ല. പക്ഷേ പരീക്ഷയുടെ തലേ ദിവസമായിരിക്കും നമുക്ക് പരീക്ഷയെപ്പറ്റി, അതുണ്ടാകാൻ പോകുന്ന റിസൾട്ടിനെ പറ്റിയും അത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ടെൻഷൻ തുടങ്ങുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പരീക്ഷാ ഹാളിൽ പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും വായിക്കാൻ പറ്റുന്നില്ല. പരീക്ഷ എഴുതാതെ വരുന്നു. ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ അനുഭവിച്ച് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പല സ്റ്റേജുകളിലേക്കും ബേൺ ഔട്ട് സ്റ്റേജിലേക്കും ഒക്കെ പോകും. ഇതിന് കാരണം എന്താണ്? നമുക്ക് സ്ട്രെസ്സ് നേരത്തെ വന്നില്ല, ആ ചെയ്യേണ്ട സമയത്താണ് ഈ ടെൻഷൻ വന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ പെർഫോം ചെയ്യാനോ ഉള്ളൊരു സമയം കിട്ടിയില്ല. അതിൻ്റെ റിസൾട്ട് ഒരു ഫെയിലുവർ ആകാനുള്ള സാധ്യതയാണ് മിക്കവാറും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെയാണ് നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് നെഗറ്റീവ് സ്ട്രെസ് ഉണ്ടാകാതെ നോക്കുക. അതിൻ്റെ അർത്ഥം യു സ്ട്രെസ് ഉണ്ടാകുക. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമ്മളെ പുഷ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് പോസിറ്റീവ് സ്ട്രെസ്, ഒരു യു സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം തന്നെ സ്ട്രെസ് വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് സ്ട്രെസ്, യു സ്ട്രെസ് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ നെഗറ്റീവ് സ്ട്രെസ്, ഡിസ്ട്രെസ് നമ്മുടെ ജീവിതത്തിനെ തന്നെ വല്ലാതെ ഒരുപക്ഷെ തളർത്തിക്കളയും. അതുകൊണ്ട് പോസിറ്റീവ് സ്ട്രെസ്, യു സ്ട്രെസ് ഉണ്ടാകാനായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി മനസ്സിനെ അലർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് വർക്ക് പ്ലേസിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ സ്ട്രെസ് ഉണ്ടാകും. ഈ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ചേക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മുടെ വർക്ക് പ്ലേസിനെ സ്വാധീനിച്ചേക്കാം. സാധാരണ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 3 കാര്യങ്ങളെ 3 ഘടകങ്ങളായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിൽ ഒന്നാമത്തെ ഘടകമാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനെ മനസ്സിലാക്കുക.
അതായത് നമുക്കെല്ലാം ഇമോഷൻസ് ഉള്ളവരാണ്, നമ്മളെല്ലാം സ്ട്രെങ്ത് ഉള്ളവരാണ്, നമ്മളെല്ലാവരും വീക്ക്നെസ് ഉള്ളവരാണ്. അപ്പം നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, പക്ഷേ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. അങ്ങനെ എല്ലാം ഡെലിവറി ചെയ്യുമെങ്കിലും ആ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം കാരണം നമ്മൾ വല്ലതുമൊക്കെ പറഞ്ഞ് കൂടെയുള്ള ആൾക്കാരെ വെറുപ്പിക്കും. അപ്പോൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ അയാൾ വേണ്ടപ്പെട്ട ഒരാളാവാൻ സാധ്യതയില്ല, ഈ ഒരു ഇമോഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിനെയും കൂടെ ഉള്ളവരെയും പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം അവനവനെ മനസ്സിലാക്കുക, അവനവൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ജോലിയെയും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെയും നമ്മുടെ കുടുംബജീവിതത്തിനെയും ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെളിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് റിയാക്ഷൻസിനെ പോലും നമുക്ക് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേതാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ സ്ട്രെസ് ഉണ്ടാവാം, നമുക്കൊക്കെ പരാജയങ്ങളുണ്ടാവാം, നമുക്കൊക്കെ ക്രിറ്റിസിസം കിട്ടിയേക്കാം, ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഉദാഹരണം, നിങ്ങൾക്ക് ഒരു പരാജയം സംഭവിച്ചു, നിങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി, നിങ്ങൾക്ക് അല്ലെങ്കിൽ വല്ലാത്തൊരു ക്രിറ്റിസിസം ലഭിച്ചെങ്കിൽ ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ചോദിക്കുക. ഒന്ന്, ഈ പരാജയം എന്താണ്, നിങ്ങൾക്ക് എന്ത് പരാജയമാണ് ഉണ്ടായത്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദിസ് ഫെയിലുവർ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ പരാജയം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ക്രിറ്റിസിസം കിട്ടാനുള്ള കാരണം എന്താണ്? വാട്ട് കോസ്റ്റ് ദിസ് ഫെയിലുവർ, ഈ പരാജയം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഹൗ ഐ റിയാക്റ്റഡ് ടു ദാറ്റ് സിറ്റുവേഷൻ, അങ്ങനെ ഒരു പരാജയം ഉണ്ടായ സമയത്ത് ആ പരാജയം ഉണ്ടാകാനുള്ള കാരണമായി ഞാൻ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്. നാലാമത്തേത്, ഹൗ ഐ കുഡ് ഹാവ് റിയാക്റ്റഡ് ബെറ്റർ, ആ സമയത്ത് എനിക്ക് അതിൽ നന്നായി എങ്ങനെ റിയാക്റ്റ് ചെയ്യാമായിരുന്നു എന്നും കൂടെ ചിന്തിക്കുക. അതായത് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു, ആ സംഭവിച്ച സമയത്ത് നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്തു, ഇനി ആ ചെയ്ത സമയത്ത് റിയാക്റ്റ് ചെയ്യുന്നതിനേക്കാളും നന്നായി നിങ്ങൾ റിയാക്റ്റ് എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കുക. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ ഇതേ സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഒരേ സംഭവം തന്നെ ഒന്നിലധികം തവണ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അടുത്ത തവണ ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ട്രിഗർ ചെയ്യിപ്പിക്കുകയും ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോവുകയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് ആ ഫെയിലുവർ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഫെയിലുവർ സക്സസ്സിലേക്ക് മാറ്റാനും നിങ്ങൾക്ക് സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കും. ഇതാണ് സെൽഫ് റെഗുലേഷൻ. 4 ചോദ്യങ്ങൾ: എന്തുകൊണ്ടുണ്ടായി, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടുണ്ടായി, അത് എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്തു, എത്ര നന്നായി നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാമായിരുന്നു. ഈ 4 ചോദ്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ആലോചിക്കേണ്ടത് ആ ടെൻഷനോ ക്രിറ്റിസിസമോ പരാജയമോ ഉണ്ടായ സമയത്തല്ല, അത് കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് ഈ 4 ചോദ്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ഇതിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ ചെയ്യിപ്പിക്കുക, പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അതിനെ ഇംഗ്ലീഷിൽ സെൽഫ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. SELF എന്നാണ് അതിന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സ്ലീപ്പ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം കൊടുക്കുക. അത് 6 മുതൽ 8 മണിക്കൂർ വരെ ആകാം, നമ്മൾ അതിനനുസരിച്ച് യൂസ്ഡ് ആകും. ഒന്നാമത്തേത് സ്ലീപ്പ്. രണ്ടാമത്തേത് ലെഷർ, അതായത് എപ്പോഴും ജോലി എന്നുള്ളതല്ലാതെ ജോലി സമയത്തിന് ഇടയ്ക്കോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലോ കൂട്ടുകാരുമായിട്ടും കുടുംബവുമായിട്ടൊക്കെ വിനോദമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക. ലെഷർ എന്ന് പറയും. മൂന്നാമത്തേത് ഈറ്റ് എന്നുള്ളതാണ്. വാരി വലിച്ചു കഴിക്കുകയോ ഒന്നും കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, അത് ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത്. സോ സ്ലീപ്പ്, ലെഷർ ആൻഡ് ഈറ്റ്. ഇനി നാലാമത്തേതാണ് നിങ്ങളുടെ ജീവിതത്തിന് എത്രത്തോളം ആ ഒരു പ്രോസസ്സിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും മൂന്നാമത്തെ. അതായത് നിങ്ങളുടെ മനസ്സിന് ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റിലാക്സ് ചെയ്ത് നമ്മൾ നേരത്തെ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ആൾക്കാരോട് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയുക എന്നുള്ളതാണ്. എല്ലാവരോടും എല്ലാം പറയേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആൾക്കാരോട് മനസ്സ് തുറന്ന് വെന്റിലേറ്റ് ചെയ്യുക. അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഒരു മനസ്സ് തുറന്നുള്ള എക്സ്പ്രഷനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഉറക്കമായിക്കോട്ടെ, നിങ്ങൾ വിനോദമാർഗ്ഗങ്ങളിൽ ഏർപ്പെടുന്നതായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, തുറന്നുള്ള എക്സ്പ്രഷൻ വേണ്ടപ്പെട്ട ആൾക്കാരോടും കോൺഫിഡൻഷ്യലായിട്ട് നിൽക്കുന്ന ആൾക്കാരോടും വേണ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സ് ഒരു പരിധിവരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയല്ല, നിങ്ങളത് വെന്റിലേറ്റ് ചെയ്ത് വെളിയിൽ കളയുകയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വർക്ക് സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും തൊഴിൽ ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും ഉറപ്പായിട്ടും ഇതുണ്ടാവും. പക്ഷേ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ്. ദ പീപ്പിൾ ആൻഡ് ദി എൻവയോൺമെൻറ്റ് അറൗണ്ട് യു ആർ പവർലെസ് വിത്തൗട്ട് യുവർ റിയാക്ഷൻ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരും നിങ്ങളുടെ ചുറ്റിനുള്ള എൻവയോൺമെൻറ്റിനും യാതൊരു പവറും ഉണ്ടാകില്ല നിങ്ങൾ റിയാക്ട് ചെയ്യാത്തിടത്തോളം കാലം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ബുദ്ധനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ ബുദ്ധൻ്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ പോയിട്ട് വളരെ മോശം വാക്കുകൾ അദ്ദേഹത്തിനോട് ഉപയോഗിച്ചു. ആ വാക്കുകൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ബുദ്ധൻ അതിന് റിയാക്ട് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെയും വന്ന് അയാൾ വീണ്ടും മോശം വാക്കുകൾ ഉപയോഗിച്ചു. അപ്പോഴും ബുദ്ധൻ റിയാക്ട് ചെയ്തില്ല. പിന്നെയും വന്ന് മോശം വാക്കുകൾ വളരെ ദേഷ്യത്തിൽ ഉപയോഗിച്ചു. ആ സമയത്തും ബുദ്ധൻ റിയാക്ട് ചെയ്യാത്തപ്പോഴത്തേക്ക് ഇയാൾ ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത് എന്ന് ബുദ്ധനോട് ചോദിച്ചപ്പോഴത്തേക്ക് ബുദ്ധൻ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല. എന്താ മനസ്സിലായില്ല എനിക്ക്, നിങ്ങളെന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബുദ്ധൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഉദാഹരണത്തിന് നിങ്ങൾ എനിക്ക് ഒരുപാട് പൈസ എൻ്റെ കയ്യിലേക്ക് തരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു അത് എനിക്ക് വേണ്ട, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. അപ്പോൾ ഇത് ആരുടെ കയ്യിലാണ്? അതെൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഒരുപാട് ചീത്ത വാക്കുകൾ തന്നു. അപ്പോൾ ഞാൻ പറയുന്നു അതെനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആരുടെ കയ്യിലാണ്? അതെൻ്റെ കയ്യിൽ. അതുപോലെ ഉള്ളൂ. അതായത് നിങ്ങൾ എന്ത് തരുന്നു എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്നത്, പക്ഷേ അത് സ്വീകരിക്കണമെന്നുള്ളത് മറ്റേ ആളാണ് തീരുമാനിക്കേണ്ടത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് ചീത്ത വാക്കുകൾ വരട്ടെ, ക്രിറ്റിസിസം വരട്ടെ, പക്ഷേ അത് സ്ട്രെസ്സായിട്ട് എടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നെഗറ്റിവിറ്റിയോട് റിയാക്ട് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് സ്ട്രെസ്സ് ഒഴിവാക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കുക.